എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, വീടുകളിൽ ഗ്യാസ് മുടങ്ങാൻ പോവുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം നിലനിൽക്കുകയാണെങ്കിൽ ഗ്യാസ് മുടങ്ങിയേക്കും. രാജ്യത്ത് ഇന്ധനക്ഷാമം രൂക്ഷമാണ്, ഗ്യാസ് ക്ഷാമം രൂക്ഷമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. അപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. യുദ്ധത്തെ തുടർന്ന് രാജ്യത്ത് ഇന്ധനക്ഷാമം രൂക്ഷമായേക്കും. എണ്ണയേക്കാൾ ഉപരി LPG, LNG വിതരണത്തിലാണ് ഇന്ത്യ കൂടുതൽ ആശങ്കപ്പെടുന്നത്. ഇന്ത്യ ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ 80 മുതൽ 85% ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇതിൽ ഭൂരിഭാഗവും വരുന്നത് ഹോർമൂസ് ക്രൂഡ് ഓയിൽ പോലെ LPGക്ക് വലിയ തോതിലുള്ള തന്ത്രപ്രധാന ശേഖരം ഇന്ത്യയിൽ ഇല്ല. ഇതാണ് പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നത്. ഹോർമോസ് കടലിടുക്ക് ദീർഘകാലത്തേക്ക് അടച്ചിടുകയാണ് എങ്കിൽ രാജ്യത്ത് പാചകവാതക വിതരണത്തിന് കടുത്ത ക്ഷാമം നേരിടാൻ സാധ്യതയുണ്ട് എന്ന് വിപണി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിസന്ധി നീണ്ടാൽ LPG നൽകുന്നതിന്റെ പരിധി ചുരുക്കേണ്ടി വരും എന്നുള്ളതാണ് റിപ്പോർട്ട്. നിലവിൽ രാജ്യത്ത് ഒരു ഗാർഹിക ഉപഭോക്താവിന് 15 സിലിണ്ടറുകളാണ് ലഭിക്കുന്നത്. കേരളത്തിൽ അത് 12 സിലിണ്ടറുകളാണ്. സബ്സിഡി ലഭിക്കുന്ന സിലിണ്ടറുകളുടെ എണ്ണം 10 യുദ്ധത്തിനൊരു പരിഹാരം ആയിട്ടില്ല എങ്കിൽ അത് 4, 2 ആയി കുറയാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, LPG പാചകവാതക ഗാർഹിക സിലിണ്ടറിന്റെ KYC പുതുക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. ലഭിക്കുന്ന സബ്സിഡി നിലനിർത്താൻ എല്ലാ വർഷവും പുതുക്കണമെന്നതാണ് പുതിയ തീരുമാനം. പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഉപഭോക്താക്കൾക്ക് 2026 മാർച്ച് 31 മുമ്പ് KYC പുതുക്കൽ നിർബന്ധമാണ്. ഈ KYC പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡിക്ക് അർഹത ഉണ്ടാകുകയില്ല എന്ന് പെട്രോളിയം മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം LPG സിലിണ്ടറുകൾക്കാണ് പരിശോധന നിർബന്ധമാക്കിയിരിക്കുന്നത്. KYC പൂർത്തിയാക്കിയില്ല എങ്കിൽ 8ാമത്തെയും 9ാമത്തെയും സിലിണ്ടറിനുള്ള സബ്സിഡി തടഞ്ഞുവെക്കും. മാർച്ച് 31 മുമ്പ് ഇത് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സിഡി പൂർണ്ണമായും ഒഴിവാക്കും. പിന്നീട് ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉൾപ്പെടാൻ സാധിക്കില്ല. തീയതിക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ സബ്സിഡി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും KYC അപ്ഡേഷൻ മാർച്ച് 31 മുമ്പ് പൂർത്തിയാക്കണം. അല്ലാത്ത പക്ഷം സാമ്പത്തിക വർഷത്തെ 8, 9 ഫില്ലറുകളുടെ സബ്സിഡിയോ യോഗ്യതയോ ഉണ്ടാകില്ല. അടുത്ത ഘട്ടത്തിൽ സബ്സിഡി പൂർണ്ണമായും റദ്ദാക്കുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറിന് ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം 300 രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത്. പണം യഥാർത്ഥ ഉടമയുടെ അക്കൗണ്ടിലേക്കാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് KYC നടപടികൾ നടത്തുന്നത് എന്നതാണ് കമ്പനിയുടെ വാദം. LPG KYC എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നോക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം എന്നിവയുടെ ഉപഭോക്താക്കൾക്ക് കമ്പനികളുടെ മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് അവരുടെ KYC അപ്ഡേഷൻ ചെയ്യാം. ഇതിനിപ്പോൾ യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല. www.pmuui.gov.in/ekyc.html എന്ന വെബ്സൈറ്റിലൂടെയും KYC നടപടി പൂർത്തീകരിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും 1800 23 33 555 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉപയോഗിക്കുന്ന 80 മുതൽ 85% പാചകവാതകവും വരുന്നത് ഈ ഹോർമോസ് കടലിടുക്കിലൂടെയാണ്. 1 മാസത്തിലധികം യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ യുദ്ധം നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ, അതായത് ഈ ഹോർമോസ് കടലിടുക്ക് ദീർഘകാലത്തേക്ക് അടക്കുകയാണ് എങ്കിൽ പാചകവാതകം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഓരോ വീട്ടിലും ഇപ്പോൾ ലഭിക്കുന്ന 12 സിലിണ്ടർ എന്നുള്ളത് ഗണ്യമായിട്ട് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോ ഗുണഭോക്താവിനും നിയന്ത്രണത്തിലൂടെ മാത്രമേ സിലിണ്ടറുകൾ നൽകുകയുള്ളൂ. അത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും ബൈ.